बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना. വാവ് എന്റെ അച്ഛന്റെ പേര് എങ്ങനെ അറിയാം? എന്തോന്ന് ബാബു എന്ന് പറഞ്ഞു. അയ്യോ അതല്ല, വാവ് എനിക്ക് നിന്റെ നൃത്തം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അരേ സേഠ്ജി, അരേ രജനി, എനിക്ക് നിന്റെ നൃത്തം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്നാ പിടിച്ചോ. എന്തോ കുലുക്കി വെക്കുന്ന? ഇന്നലെ തന്നേല് മൊത്തം കറുവേപ്പിലയും ചമ്മന്തി വെച്ച് വരും. അയ്യോ എനിക്കത് മാറിപ്പോയി. മാറിപ്പോയി. ഇന്നലെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ സാധനം തുറന്നു നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അയ്യോ എന്നിട്ട് ഭാഗ്യത്തിനൊരു സ്വർണത്തിന്റെ അരിഞ്ഞാണ് ഉള്ളതുകൊണ്ട് വീട്ടിൽ എത്തി. രജനി, ഷേഡ്ജി, എനിക്ക് നിന്റെ നൃത്തത്തിലുള്ള ആ താളമില്ലായ്മയും കണ്ണിന്റെ കൈയുടെ ആ വൈകൃതവും എല്ലാം എന്നെ വല്ലാതെ ആകർഷിതനാക്കി. അതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചോട്ടെ. ഇതിപ്പോ എത്രാമത്തെയാ? 10, 15, 150? അങ്ങനെയൊന്നും പറയരുതേ. അല്ല നീ എപ്പോഴാണ് ഇതിലോട്ട് തിരിഞ്ഞത്? ഇലാസ്റ്റിക് ലൂസായപ്പോ തൊട്ട്. അയ്യോ അതല്ല, ഈ നൃത്തത്തിലോട്ട് എപ്പോഴാണ് തിരിഞ്ഞതെന്ന്. 18 പിള്ളേരടങ്ങുന്ന ഒരു വീടാണ് ഞങ്ങളുടേത്. അപ്പൊ അത് വീടല്ല, സ്കൂള്. ഞാൻ പറയട്ടെ, ബോംബെ രാജാവിന്റെ വലങ്കൈയായിരുന്നു എന്റെ അച്ഛൻ. അപ്പൊ നിന്റെ അച്ഛന്റെ കഴുത്തിലായിരുന്നു രാജാവ് വാച്ച് കെട്ടിക്കൊണ്ടിരുന്നത്? അയ്യോ അങ്ങനെ അല്ലെന്ന്, രാജാവ് കഴിഞ്ഞിട്ട് അച്ഛനായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പക്ഷെ ചായ കിട്ടിക്കഴിഞ്ഞപ്പോ രാജാവ് അച്ഛനെ കൊന്നു കളഞ്ഞു. ചായ കിട്ടിന് രാജാവിന് അച്ഛനെ കൊന്നു കളയുന്നേ? പിന്നെ രാജാവിന്റെ മോൻ അച്ഛന്റെ മോച്ചായ കിട്ടി കഴിഞ്ഞാൽ വെട്ടി കൊന്നു കളയത്തില്ലേ? പിന്നീട് ആ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എന്റെ തലയിലായി. അങ്ങനെ നൃത്തം പഠിക്കാൻ വേണ്ടി ഞാൻ എന്റെ കാലിൽ ചിലങ്ക കെട്ടി. അതിന്റെ കാലിൽ ചിലങ്ക കെട്ടുന്നു? പിന്നെ കാലിൽ പശുവിനെ കെട്ടിയിട്ടാണ് ഡാൻസ് കളിക്കാൻ പറ്റും. പക്ഷെ എന്റെ കഥ ഇതിലെല്ലാം വിപരീതമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര താളബോധമുള്ളവന്. നേരത്തെ സാധനം ഇട്ട് പിതിക്കാനാണോ താളം എന്ന് പറഞ്ഞത്? അതെല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു അപ്പൂപ്പ എനിക്കുണ്ടായിരുന്നു. അപ്പൂപ്പന് ഞാൻ കീബോർഡ് വായിക്കുന്ന ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം അപ്പൂപ്പ മരിക്കാൻ വേണ്ടി ഐസി കിടന്നപ്പോ അപ്പൂപ്പനൊരു ആഗ്രഹം, ഞാൻ കീബോർഡ് വായിക്കണമെന്ന്. അങ്ങനെ ഞാൻ കീബോർഡ് വായിച്ച് അതിനുശേഷം ബന്ധുക്കാരെല്ലാരും കൂടെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. അയ്യോ അതെന്തിനാ ബന്ധുക്കാരെല്ലാരും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്? അപ്പൂപ്പന്റെ ഓക്സിജൻ സിലിണ്ടറിൽ കുത്തിയിരുന്ന പ്ലഗ് ഊരിട്ടായിരുന്നു ഞാൻ കീബോർഡിന്റെ പ്ലഗ് കുത്തിയത്. അല്ല രജനിക്ക് കീബോർഡോ തബലയോ വല്ലതും വായിക്കാൻ പോയിട്ടുണ്ടോന്നോ? അതേട്ടുള്ളൂ. മുച്ചണ്ട ആദ്യത്തെ ആഴ്ച ഞാൻ മുച്ചണ്ട വായിക്കാൻ പോയി. 2ാമത്തെ മാസം ഞാൻ ഇരിചണ്ട വായിക്കാൻ പോയി. 3ാമത്തെ മാസം ഞാൻ ചെണ്ട വായിക്കാൻ പോയി. അതെന്താ അങ്ങനെ? ഓരോ മാസം ഞാൻ ഓരോന്ന് തല്ലിപ്പൊളിക്കുമായിരുന്നു. പക്ഷെ എന്റെ അമ്മയുണ്ടല്ലോ ഭയങ്കര സംഗീതപ്രേമിയാണ്. എന്റെ വീട്ടിൽ ജോലിക്ക് ഇരുന്ന ആ രമണിയല്ലേ? അതെ. അവരെ കുറിച്ചൊന്നും പറയല്ലേ. ഹാർമോണിയം കണ്ടിട്ട് ഏതടാ ഈ പുഴുപ്പല്ലി പിടിച്ച പെട്ടിന്ന് പറഞ്ഞവരാണ്. അവരെ കുറിച്ച് സംഗീതപ്രേമിയാന്നൊന്നും പറഞ്ഞേക്കരുത്. ഷേഡ്ജി, രജനി, എനിക്ക് ആരുമില്ല സേഠ്ജി, എനിക്ക് ആരുമില്ല. അപ്പൊ മറ്റേ 18 പിള്ളേരുടെ സ്കൂൾ അടച്ച? അയ്യോ അതല്ലെന്ന്, എന്റെ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ നോക്കാൻ എനിക്ക് കൂട്ടിന് ആരുമില്ല സേഠ്ജി. എന്റെ കാര്യങ്ങളും ഏകദേശം ഇതുപോലെ തന്നെ. ഞാൻ ദൂർത്തടിച്ച് എന്റെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ ആകപ്പാടെ 7 ബംഗ്ലാവ് മാത്രം മിച്ചമുള്ളൂ. എനിക്ക് താഴെയുള്ള 17 പേരും പെണ്ണുങ്ങളാണ്. അപ്പൊ ആ 7 ബംഗ്ലാവിന്റെ കാര്യത്തിലും തീരുമാനമായി. പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ. എന്റെ അച്ഛൻ ദൂർത്തടിക്കാറേ ഇല്ല. അതെന്ത്? ദൂർത്തടിക്കാൻ വല്ല തേങ്ങയും വേണ്ട. പക്ഷെ എന്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരനും ദൂർത്തടിക്കാരനായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പൊ അച്ഛൻ എന്തേലും എടുത്തു കൊടുക്കും. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്, ഏതോ ഒരു ഹോട്ടലിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നു. പക്ഷെ സേഠ്ജിക്ക് ഡോക്ടറേറ്റ് കിട്ടിയതിന്റെ ചെലവൊന്നും നമുക്ക് ചെയ്തില്ല. ആർക്ക് ഡോക്ടറേറ്റ് കിട്ടിയെന്ന്? ഞാൻ കണ്ടു ബംഗ്ലാവിന്റെ ഫ്രണ്ടിൽ വലിയൊരു സർട്ടിഫിക്കറ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അയ്യോ അത് ഡോക്ടറേറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, പിന്നെ സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ്. പിന്നെ രമണിക്ക് ഈ പഞ്ചായത്തിനടുത്തുള്ള വെയിറ്റിംഗ് ഷെഡ് അറിയാവോ? ആ പട്ടിയൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം. അടുത്ത ആഴ്ച നിന്റെ ഡാൻസും എന്റെ കിടപ്പും അവിടെ ഇരിക്കും. രജനി, ഷേഡ്ജി, എന്റെ സായന്തനങ്ങളെ സൗന്ദര്യം നൽകുവാൻ സുന്ദരി ഞാൻ നിന്നെ എന്നെ കൂടെ കൂട്ടിക്കോട്ടെ. 2 ദിവസമായിട്ട് സേഠ്ജിയെ കാണാനേ ഇല്ലായിരുന്നല്ലോ. ഈ ഡയലോഗ് കുത്തിയിരുന്ന് പഠിക്കുകയായിരുന്നു. കണ്ടിന്യൂ. എന്റെ സിംഹാസനം അലങ്കരിക്കാൻ ഞാൻ നിന്നെ എന്റെ കൂടെ കൂട്ടിക്കോട്ടെ. സേഠ്ജി എന്റെ പാവാടയുടെ പോക്കറ്റിലൊന്ന് കൈയിട്ടെ. എന്തിനാണ് രജനി? എന്റെ മാമന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, പുള്ളിയാണ് ഈ ഡെക്കറേഷൻ വർക്കിൽ മിടുക്കനാ. രജനി നീ എന്റെ കൂടെ വാ, എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു കലാകാരി ആവശ്യമുണ്ട്. ആ വീടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് കൊച്ചിൻ കലാഭവനിൽ പോലും ഇത്ര കലാകാരികളില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. രജനി എനിക്ക് വേണ്ടിയിട്ട് നിന്റെ കലകളെല്ലാം പുറത്തേക്കിടണം. കൊണ്ടുവരാം സേഠ്ജി, കൊണ്ടുവരാം. നിന്റെ ഭരതനാട്യം പുറത്തേക്കിട്. ഭരതനാട്യം കൊണ്ടുവരാം സേഠ്ജി. നിന്റെ മോഹിനിയാട്ടം പുറത്തേക്കിട്. മോഹിനിയാട്ടം കൊണ്ടുവരാം സേഠ്ജി. നിന്റെ ഓട്ടം തുള്ളല് പുറത്തേക്കിട്. ഓട്ടം തുള്ളല് പുറത്തേക്ക് കൊണ്ടുവരാം സേഠ്ജി. ഓട് 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 ഓട്. ഓടുന്ന ഒരു കലയല്ല, അതൊരു കലയല്ല. പക്ഷെ ഇപ്പൊ അത് പുറത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു കൊല നടക്കും. അതെന്ത്? എന്റെ പെണ്ണുമ്പിള്ള താണ്ട് ഓടി തള്ളി വരുന്നു. ജീവൻ വേണേ ഓടി രക്ഷപ്പെട്ടോ. സേഠ്ജി ഓടി രജനി.